യെശയ്യാ പ്രവചനം 53:6 ഇപ്രകാരം പറയുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു എന്ന്. Isaiah chapter 53 verse 6 goes like this: all we like sheep have gone astray. എന്നാൽ അവൻ യഹോവയാം ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യത്തെ അവന്റെ മേൽ ചുമത്തി എന്ന്. Amen, hallelujah. Next part of it says like this: each of us has turned to our own way, and the Lord has laid on him the iniquity of all of us. ആകയാൽ ഈ പകൽക്കാലം നിങ്ങൾ ഒരു കുറ്റബോധത്തിലായിരിക്കേണ്ട അവസ്ഥയില്ലത്രേ, അവൻ നമ്മുടെ സകല അകൃത്യങ്ങളെയും നസ്രനായ യേശുവിന്റെ മേൽ ചുമത്തിയത് അത്രേ. Amen. If you are facing that situation of thinking, I've been into the sin and I cannot come out of it, and if that's bothering you, you need to understand all your sins and the shame being taken by Christ himself onto the cross. ആ കുറ്റബോധം നമ്മളെ താഴ്ത്തി കെട്ടുവാൻ ശ്രമിക്കുമ്പോൾ അതിനുമേൽ ഓവർകം ചെയ്യുവാൻ അത്ര യേശു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കുന്നത്. Amen, hallelujah. That worries that you're carrying inside of you, and if that's pulling you down, if it's that taking you away from the presence of the Lord, remember that he had done once for all on the cross for us to come back. യോഹന്നാൻ സുവിശേഷം 10:3 വ്യക്തമായി വചനം പറയുന്നു, അവൻ തന്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു എന്ന്. Amen. John chapter 10:3 says like this: to him the porter opens, the sheep hear his voice. അവൻ തന്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് ആ അപകടഘട്ടത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ആ ശത്രുവിന്റെ കരത്തിൽ നിന്ന് അവരെ വിടുവിച്ച്, ആ കള്ളന്റെ പക്ഷത്തു നിന്ന് അവരെ വിടുവിച്ച് അവൻ ഡോറിന് പുറത്ത് കൊണ്ടുവന്ന് സ്വതന്ത്രമായി വിടുവാൻ തക്കവണ്ണം ഇടവരുത്തുന്നു എന്ന്. He calls his own sheep by name and leads them out. He will rescue them from the situations and the circumstances of danger. അതുകൊണ്ട് തന്നെ എത്ര പ്രിയ ദൈവമക്കളെ, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഈ പകൽക്കാലം അവന്റെ ജീവനുള്ള ശബ്ദം കേൾക്കുവാൻ ഇടവരുന്നത് എന്ന് വചനം പറയുന്നു. You've been chosen and selected from many, and that's why you've been given that redemption free, and then now we are sitting in the midst of the people of God.